ഹൈക്കോടതിയാണ് ഇന്നലെ ഈ വിഷയത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി. രാത്രിയിൽ 8 മണി തൊട്ട് 9:20 വരെ പ്രത്യേക സിറ്റിംഗ് നടത്തുകയും ബുധനാഴ്ച വരെ ഈ ദൗത്യം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത് ഒരു മൃഗസംരക്ഷണ എന്ന മൃഗസംരക്ഷണ സംഘടനയുടെ ഹർജിയിലാണ് നടപടി. കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഈ വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. തീർച്ചയായും ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനേ സർക്കാരിന് സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഉത്തരവനുസരിക്കുക, അവിടുത്തെ ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കൂടുതൽ വാർഡന്മാരെയും ഓഫീസർമാരെയും അവിടെ നിയോഗിച്ചുകൊണ്ട് സമഗ്രമായ പരിരക്ഷാ പദ്ധതി ആവിഷ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ നിലനിർത്താൻ സാധിക്കുകയില്ല. അവരെ രക്ഷക്കായി എന്തെല്ലാം സൗകര്യങ്ങളാണോ ചെയ്യേണ്ടത്, എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കേണ്ടത്, ആ നടപടികളൊക്കെ സർക്കാർ സ്വീകരിക്കുന്നതാണ്. എന്തായാലും അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയം CCF ഓഫീസിൽ വെച്ചാണ് യോഗം ചേരുന്നത്. നമുക്ക് ചിന്നക്കനാലിലേക്ക് പോകാം. അവിടെ നാട്ടുകാരുടെ ഒരുപാട് ആശങ്കകളുണ്ട്. MS അനീഷ് കുമാർ അവിടെ തയ്യാറാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷിനൊപ്പം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നാട്ടുകാരടക്കം ഉണ്ട് എന്നറിയാം. കാരണം അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അവിടുത്തെ ചില പഞ്ചായത്ത് ചില വാർഡുകളിലെ എല്ലാ വീടുകളും തകർത്ത ഒരു ആന കൂടിയാണ് ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്നത്. അരിക്കൊമ്പൻ ഞായറാഴ്ച കൂട്ടിലാകുമെന്നായിരുന്നു നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ അല്പം ഒരു കാലതാമസം ഒരു പക്ഷേ വന്നേക്കാം കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ. എന്താണ് അവരുടെ പ്രതികരണം അനീഷ്? രഞ്ജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഗുഡ് മോർണിംഗ് ആണെങ്കിലും ഈ ചിന്നക്കനാൽ നിവാസികൾക്ക് അത്ര ഗുഡ് അല്ലാത്ത മോർണിംഗ് ആണിത്. കാരണം ഇന്നലെ രാത്രിയാണ് ഈ സംഘടന, ഈ മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയെ സമീപിക്കുകയും തൽക്കാലം മുന്നോട്ട് പോകുന്ന ദൗത്യം പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് 29 വരെ ഈ അരിക്കൊമ്പനെ വെടിവെക്കാൻ പാടില്ല, മയക്കുവെടി വെക്കാൻ പാടില്ല എന്ന ഉത്തരവ് വരികയും ചെയ്യുന്നു. എന്തായാലും ഈ നാട്ടുകാർ വളരെ വർഷങ്ങളായി തന്നെ ഉറക്കമില്ലാതെ ജീവിക്കുന്നവരാണ്. രാത്രി തങ്ങളുടെ വീടുകളിലെ മുകളിൽ കയറി പടക്കം പൊട്ടിച്ചും പാട്ടയടിച്ചുമൊക്കെ ഈ അരിക്കൊമ്പൻ മാത്രമല്ല മറ്റു മുറിവാലനും ഒപ്പം ചക്കക്കൊമ്പനും അടക്കമുള്ള നിരവധി ആനകൾ ഇവരുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നും ഒരു മോചനം ലഭിക്കും. അതിലേറ്റവും അപകടകാരിയായി മാറിയിരിക്കുന്ന അരിക്കൊമ്പനെയാണ് തളയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി അതിനെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്കിപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് സിനി ഉണ്ട്, ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അപ്രതീക്ഷിതമായാണ് നിങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാർക്ക് ഏതാണ്ട് ഒരു സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്ന ഒരു അവസ്ഥ വന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഈ കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ ഇതിനെ കാണുന്നു? ഈ കോടതി വിധി ദൗർഭാഗ്യകരമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളെല്ലാ പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നൊരു ദൗത്യമായിരുന്നു ഇത്. ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത സമയത്ത് ഈ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വിധിയെ കാണുന്നത്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കാരണം 29 വരെ വെടിവെക്കരുത്, നിങ്ങൾക്കത് വരെ സുരക്ഷ നൽകണം എന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുവരെ കാര്യങ്ങൾ എങ്ങനെ, അല്ലെങ്കിൽ ഇനി എന്താണ് പഞ്ചായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തായിരുന്നാലും ഈ കൊമ്പന്മാർ പിടിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത് പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങളും സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോടതിയിൽ നിങ്ങൾ കക്ഷി ചേരുന്നുണ്ടോ? എങ്ങനെ കോടതിയാണ് ഇത് പറയുന്നത്? അപ്പോൾ സർക്കാരിൻ്റെ വാദമൊക്കെ സർക്കാർ പറയുമെങ്കിലും നിങ്ങൾ നാട്ടുകാരുടെ ഒരു ഭാഗം പറയാൻ നിങ്ങൾ ചേരുന്നുണ്ടോ? എന്താണ് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു സർവകക്ഷി യോഗം കൂടി തീരുമാനിക്കണം. ഇന്ന് തന്നെ സർവകക്ഷി യോഗം വിളിച്ചിട്ടോ? എങ്ങനെയാണ് അടിയന്തരമായിട്ട് വിളിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെങ്ങനെ ഏതാണ്ടൊരു സുരക്ഷിതമായി എന്നൊരു ചിന്തയിലേക്ക് എത്തി വന്ന സമയമാണ് അല്ലേ? ബോധവൽക്കരണം നടപ്പിലാക്കി ആളുകളെ മാറ്റുന്ന എല്ലാ കാര്യവും റെഡിയാക്കി കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. അതെ, എല്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് റിസോർട്ടുകളൊക്കെ അന്ന് ദിവസത്തേന് ഗസ്റ്റുകളെയൊന്നും എടുക്കണ്ട. അതേമാതിരി കുടികളിലാണേലും ബോധവൽക്കരണം നടത്തി അന്ന് ആരും പുറത്തിറങ്ങാൻ പാടില്ല. നമുക്കിത് നമ്മുടെ ആവശ്യമാണ്, ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകണം, നമ്മുടെ ആവശ്യം. അത് എല്ലാവരും അത് സഹകരിക്കാമെന്ന് ആ ഒരു മനോഭാവത്തായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ കോടതി വിധി വരുന്നത്. നമുക്ക് വളരെ ദുഃഖകരമാണ്. എന്താ ഇനി ചെയ്യുക? ഈ കോടതിയിൽ നിന്നൊരു അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. നിർഭാഗ്യകരമായി പോയി കോടതി വിധി എന്ന് വെച്ചാൽ അത്ര സന്നാഹത്തോടുകൂടി ഈ കാര്യങ്ങൾ നടത്താമെന്നാണ് ഉദ്ദേശിച്ചിരുന്ന ഈ സമയത്ത് ഇത് വളരെ ഖേദകരമാണ്. ഇത് ജനങ്ങളോട് കാണിക്കുന്ന, കോടതി തന്നെ കാണിച്ച ഒരു എന്താ പറയുന്നതിന് ഒരു വാക്ക് കിട്ടുന്നില്ല. അത്ര ബുദ്ധിമുട്ടാണ്. ഈ 3 ആനകളെ ഇവിടുന്ന് പിടിച്ചു മാറ്റാൻ യാതൊരു രക്ഷയില്ല. 3 ആനകളെ, ഈ ആനകളെ കൃഷിഭൂമിയിൽ ഇറക്കാതെ ഒരു ആന വളർക്കട്ടെ, അതൊരു ഒരു പ്രശ്നമില്ല.
അതിനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ആനകളെ വളർക്കട്ടെ. അത്യാവശ്യമായിട്ട് ഈ 3 കൊമ്പന്മാരെയും കൊണ്ടുപോകണം. ചക്കക്കൊമ്പൻ, മുറിവാലൻ, അരിക്കൊമ്പൻ, ഈ 3നും കൊണ്ടുപോകണം. അതാണ് നമ്മളിപ്പോൾ. നിങ്ങൾക്ക് സ്വസ്ഥമായി ഇപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഇന്നത്തെ പ്രശ്നം. അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാലത്ത് 7 മണിക്ക് 8 മണിക്ക് 9 മണിക്ക് ഏലക്കായ എടുത്തുകൊണ്ടിരിക്കും. ഒന്നാമത് ഏലക്കായ്ക്ക് വിലയില്ല, മറ്റു പ്രശ്നങ്ങളാണ്. ഏലക്കായ എടുത്തുകൊണ്ട് പണിക്കാരുമായിട്ട് ഏലക്കായ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 9 മണിക്കൊക്കെ പണിക്കാരുടെ അടുത്തേക്ക് ആന ഓടി വരികയാണ്. റോഡിൽ കൂടെ വണ്ടിയെ പോകാൻ പാടില്ല. ബൈക്കുകാരനെ തള്ളി വീഴിക്കുന്നു, വണ്ടിക്കാരൻ തടഞ്ഞു നിർത്തുന്നു. പകലില്ല, രാത്രിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു നിവൃത്തിയില്ല. ആത്മഹത്യയുടെ വക്കീലാണ് ഇവിടുത്തെ കൃഷിക്കാർ. ആത്മഹത്യയിൽ ആനടിച്ചു വന്നോളൂ. അതെ, ഏതാണ്ട് ഒരു 10-30 വർഷമായിട്ട് ഏതാണ്ട് 10-49 വരെ തട്ടി. ഒരു ന്യായമായ നഷ്ടപരിഹാരം പോലും കൊടുത്തു. വെറും പട്ടി എത്താൽ പോലും ഗവൺമെൻറ് ആക്ഷൻ എടുക്കും. ഇവിടെ മനുഷ്യൻ ചെത്താൻ ആനയടിച്ചു വന്നാൽ യാതൊരു പ്രശ്നമില്ല. അതിന് യാതൊരു ആക്ഷനുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു എത്തും പിടിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ചിന്നക്കട പഞ്ചായത്ത്, ശാന്തമ്പാറ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള ഈ പ്രദേശം. കേരളം മൊത്തം ആനയായിപ്പോയി. അതുപോലെ ആന, കുരങ്ങ്, പട്ടി, പൂച്ച എന്ന് വേണ്ട മൃഗങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പൊറുതിമുട്ടിയ ഒരവസ്ഥയാണ്. എന്താ പറയുന്നത്? தமிழ்நாட்டில் ஒரு ஆனை கொன்ன அந்த ஆணையை வெடி வைக்கிறதுக்கு இப்போ ஒரு புலி அடித்தாலும் அந்த புலியை கொல்றதுக்கு சட்டம் இருக்குது. இந்த கேரளத்தில் ஏன் சட்டம் இல்லை? இந்த கேரளத்தில் ஏன் சட்டம் இல்லை? ஆனை அடித்து ஆளை கொண்டாலும் சட்டம் இது இல்லை, புலி அடித்தாலும் சட்டம் இல்லை. அப்போ தமிழ்நாட்டுக்கும் இந்த கேரளத்துக்கும் என்ன வித்தியாசம் இருக்குது? அங்கே மனுஷனுக்கு விலை இருக்குது, இங்கே மனுஷனுக்கு விலை இல்லை. சரிதானா? மனுஷனுக்கு இங்கே விலை இல்லை. என்ன மிருகம் அடித்து கொண்டாலும் மனுஷனுக்கு விலை இல்லை. தமிழ்நாட்டில் அந்த ஆனை கொண்டா அந்த உடனே வெடி வைக்கிறாங்க. புலியை அடித்தாலும் கொல்றாங்க, புலியை கொல்றாங்க. ஏன் இங்கே அங்கே எல்லாம் இந்தியா தானே? அங்கே ஒரு சட்டம் இங்கே ஒரு சட்டமாக இருக்குது. ഈ കോടതി ഇപ്പം തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. എന്താ എതിർപ്പാർക്കുന്നത്? ഈ കോടതി ചെയ്തേക്കുന്ന കാര്യം, ഈ கோடையில் இப்போ அறிவித்தவங்க இங்கே வந்து பார்த்தா தான் அவங்களுக்கு தெரியும். இங்கே உள்ள கிருஷி பூமி, பின்ன நாங்கள் ஜீவிக்கிற இடத்துல உள்ள இதெல்லாம் வந்து பார்த்தா தான் அவங்களுக்கு தெரியும். சும்மா கோடதி எல்லாம் பேசிடலாம், சொல்லிடலாம், சட்டம் எல்லாம் பேசலாம். ஆனால் வந்து பார்க்கணும். இங்கே வந்து பார்த்தா தான் அவங்களுக்கு உள்ளது தெரியும். രാത്രി ഇരുന്ന് ഉറക്കമില്ലാതെ ഇങ്ങനെ നടക്കുമായിരിക്കും അല്ലേ? நாளை உறக்கமே இல்லை, எனக்கு வந்து உறக்கமே கிடையாது. പകലിൽ தான் പടുത്തുന്നത്, നൈറ്റിലും ഉറക്കം കിടയാതെ. 8ാം വാർഡിന്റെ അംഗം നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇനി ചെയ്യാൻ കഴിയുക? നിങ്ങളെല്ലാ നടപടികളും ഏതാണ്ടൊക്കെ പൂർത്തിയാക്കി വരികയായിരുന്നു അല്ലേ? എന്തായാലും ഈ കോടതി വിധി മാനസികമായിട്ട് ചിന്നക്കാൽ പഞ്ചായത്ത് പ്രവാസികളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ ആരാധനാലയങ്ങൾക്കും സർവകക്ഷി യോഗം കൂടി എല്ലാ ആരാധനാലയങ്ങൾക്കും നോട്ടീസ് കൊടുക്കുകയും സ്കൂളുകളിൽ അറിയിക്കുകയും അലോൺസ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം വരെ ചെയ്തു കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വിധി വന്നത്. എന്തായാലും ഇത് സങ്കടം ഉണ്ടാക്കുന്നൊരു വിധിയാണ്. അപ്പോൾ ഇനി മുമ്പോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല. എന്തായാലും സർവകക്ഷി യോഗം ശാന്തമ്പാറ പഞ്ചായത്തുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് സർവകക്ഷി യോഗം കൂടി ബാക്കി നിയമപരമായിട്ടും സമരപരിപാടികളായിട്ടും മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. സമരത്തിലേക്ക് തന്നെ നീങ്ങുവാണ്? തീർച്ചയായിട്ടും, അല്ലാണ്ട് വേറെ വഴിയില്ല. സമരം അല്ലാണ്ട് വേറെ നമുക്ക് നിവൃത്തിയില്ല. കാരണം എന്തായാലും ഇത്രയും കുംകികളെ കൊണ്ടുവരികയും ചെയ്തു, അതിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. ഇനി മുമ്പോട്ട് സമരപരിപാടികളൊക്കെ അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. പിടിക്കേണ്ട അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിയിരുന്നത്. ഇപ്പോൾ ഇതിനെ പിടിക്കാത്തത് ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യമാണ്. അത്യാവശ്യമായിട്ടും പിടിച്ചു മാറ്റേണ്ടതാണ്. അല്ലാതെ കൊണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ല. പകലും രാത്രിയിലുള്ള ഒരുപോലെ ശല്യക്കാരാണ് ഇവരെല്ലാം, 3 പേര്. കോടതിയോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കോടതി വിധി നടപ്പിലാക്കേണ്ട കോടതി, നിയമം നടപ്പിലാക്കേണ്ട കോടതിയുടെ അടുത്ത് ജനങ്ങൾ പോയിട്ട് ഇവിടുന്ന് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ്. അതുകൊണ്ട് കോടതി അടിയന്തരമായിട്ട് ഈ വിധിയിൽ തന്നെ, ആ വിധിയെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ഞാനെ പിടിച്ചു മാറ്റാനുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തുണ്ടാകണമെന്ന് തന്നെയാണ് ജനമെന്നുള്ള ഈ ഭാഗത്തെ ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ അരിക്കൊമ്പൻ 10 പേരെ കൊന്നിട്ടുണ്ട്, 100 കണക്കിന് വീടുകൾ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കൊമ്പൻ 12 പേരെ കൊന്നിട്ടുണ്ട്, മുട്ടവാളൻ 6 പേരെ കൊന്നിട്ടുണ്ട്. ഈ ഇത്രയ്ക്കും ജനങ്ങളെ കൊന്നിട്ടും കോടതിയുടെ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയും പോകുന്നതെന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. 29-നാണ് ഇനി പരിഗണിക്കുന്നത്. അന്നൊരു അനുകൂലമായൊരു തീരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീരുമാനം ഒരു 3 ദിവസം വൈകിയാലും
3-4 ദിവസം വൈകാലും നമുക്ക് അനുകൂലമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെ എപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ഈ ജനങ്ങളുടെ ഈ മേഖലയിലുള്ള പാവപ്പെട്ടവരെ സാധാരണക്കാരൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ ഇരിക്കുന്ന കോടതിയിലിരിക്കുന്ന ഇടുക്കി ജില്ല വിട്ട് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലുള്ള ആളുകളോടെല്ലാം വെറുപ്പ് പോലെയാണ് കാണുന്നത്. കാരണം ആനയായിട്ടും ബഫർ സോണായിട്ടും വനസംരക്ഷണമായിട്ടും ആനപ്രേമികളായിട്ടും എല്ലാവരും ഇടുക്കി ജില്ലയെ പോലുള്ള പിന്നോക്ക ജില്ലകളിലൊക്കെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ കൊണ്ട് എന്തായാലും ഇതാണ് ജനങ്ങളുടെ വികാരം. പഞ്ചായത്ത് അടിയന്തരമായി സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. കോടതിയിൽ കക്ഷി ചേരാനുള്ള ആലോചനകളുണ്ട്. ഇതിനപ്പുറം സമരപരിപാടികളിലേക്ക് നീങ്ങാനുള്ള ഒരു ഒരുക്കവും ചിന്നക്കനാലിലും ശാന്തൻപാറയിലുമൊക്കെ നടക്കുന്നുമുണ്ട്. MS സനീഷ് കുമാറാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനും ഒപ്പം നാട്ടുകാർക്കും ഒപ്പം ചേർന്ന് വല്ലാത്ത വിഷമത്തിലും ആശങ്കയിലും ദുരിതത്തിലുമാണ് അവിടെയുള്ള ആളുകൾ. അവരുടെ വാക്കുകളിൽ അതിൽ പ്രകടമാണ്. അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ അരിക്കൊമ്പൻ തന്റെ സ്വന്തം ദൗത്യവുമായി ഇപ്പോഴും മുന്നേറുകയാണ്. കാരണം അവന് ഈ തേയിലക്കാടുകളിലെ തേയില ചെരുവുകളിലൊക്കെ അവൻ വിലസുന്നു. പെരിയകനാലിലെ വീടുകൾ ഒരുപാട് തകർക്കുന്നു. ഇപ്പോഴും അരിക്കൊമ്പൻ ഒട്ടും പിന്നോട്ട് പോകുന്ന സാഹചര്യമില്ല. അടുത്ത ദൗത്യത്തിനായി ഒരുങ്ങുകയാണ്. മതികെട്ടാൻചോലയിലെ കൊമ്പന്മാരിൽ രാജാവാണ് അരിക്കൊമ്പൻ. നാടിനെ വിറപ്പിക്കുന്ന ചക്കക്കൊമ്പനെയും മൊട്ടവാലനെയുമൊക്കെ പലപ്പോഴും നയിക്കുന്നവനെന്നാണ് അരിക്കൊമ്പനെ സ്ഥിരമായി നിരീക്ഷിക്കുന്ന വാച്ചർമാരുടെ അഭിപ്രായം. തന്നെ പിടികൂടാൻ വൻ സന്നാഹമൊരുങ്ങുമ്പോഴും അതൊന്നും ഗൗനിക്കാതെ തേയിലച്ചെരുവുകളിലെ കാഴ്ചകൾക്കൊപ്പം ദേശീയപാതയിൽ കുറുമ്പുകൾ കാട്ടി നടക്കുകയാണവൻ. ഏതാനും ദിവസങ്ങളായി പെരിയകനാൽ മേഖലയിൽ തന്നെ തുടരുകയാണ് അരിക്കൊമ്പൻ. ഇടയ്ക്ക് താഴേക്കിറങ്ങുമെങ്കിലും തിരികെ എത്തും. ഫോറസ്റ്റ് വാച്ചർമാർ സ്ഥിരമായി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. സിമന്റ് പാലത്തേക്ക് കൊമ്പനെ എത്തിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി.